നവാസിന് ഭാര്യ റഹിനേക്കാൾ ഏറ്റവും കൂടുതൽ വലുത് സ്വന്തം ഉമ്മ തന്നെയാണെന്ന് പറഞ്ഞാൽ ആരും അത് തർക്കിക്കില്ല. നവാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും പറയുന്നുണ്ടത്. അത്രമാത്രം നവാസിന് വേണ്ടപ്പെട്ടവളായിരുന്നു ആ ഉമ്മ. ശരിക്കും പറഞ്ഞാൽ ഉമ്മയെ എപ്പോൾ കണ്ടാലും ചുംബനങ്ങൾ കൊണ്ട് പൊതിയാറുണ്ടായിരുന്നു നവാസ്. എപ്പോഴും സ്നേഹപ്രകടനങ്ങൾ നടത്താറുണ്ടായിരുന്നു. ഉമ്മയ്ക്ക് അതിനോടൊന്നും താല്പര്യമില്ലെങ്കിലും ഉമ്മയോട് വളരെയധികം സ്നേഹത്തോടെയായിരുന്നു നവാസ് പെരുമാറിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ട ഭാഷയിൽ തന്നെയാണ് എപ്പോഴും സ്നേഹം അറിയിച്ചു കൊണ്ടിരുന്നത്. അത്രമാത്രം ഒരു നല്ല വ്യക്തി. ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് എഴുതാതെ വയ്യ, അല്ലെങ്കിൽ പറയാതെ വയ്യ എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം. നവാസിൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ നൊമ്പരമാണ്. അബ്ദുൽ സമദ് സമദാനിയുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു അനുസ്മരണമാണ്. നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യേ ആലുവയിൽ പോയി വിട പറഞ്ഞു പോയ കലാഭവൻ നവാസിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു. ഉമ്മ അടക്കമുള്ളവരെ ആശ്വസിപ്പിച്ചു. അസാധാരണ ഒരു കല തന്നെയാണ് നവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. നവാസിൻ്റെ ജ്യേഷ്ഠനായ പ്രിയ സ്നേഹിതൻ നിയാസ് ബക്കർ അക്കാലത്ത് പിരിഞ്ഞുപോയ അനുജൻ്റെ വിവരങ്ങൾ കഥനത്തോടെ വിവരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ ഖനീഫ് അനുഭവിച്ച് ദുഃഖത്തിൻ്റെ രൂപമായിട്ടാണ് കണ്ടിരുന്നത്. വളരെയധികം സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ജീവിതമായിരുന്നു നവാസിൻ്റേത്. ഉമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു വലിയ വിടപറയലായി മാറിയത്. ഉമ്മയുടെ അടുത്തു നിന്നും മാറാത്ത മകനായിരുന്നു. ഉമ്മയോട് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. വിട പറഞ്ഞപ്പോൾ തന്നെ സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടത് നവാസിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെണ്മയായിരുന്നു. സദാ മന്ദസ്മിതം തൂകിയും കഴിയുന്നത്ര മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും സർവോപരി തൻ്റെ വ്യക്തിജീവിതത്തിലും പ്രവർത്തന മേഖലയിലും ധർമ്മിഷ്ഠനും അതുപോലെ തന്നെ പുലർത്തി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചെറിയ വാക്കുകളൊന്നും പോരാ. ഏറെ സമയവും കലാരംഗത്ത് ചിലവഴിച്ച യുവപിതാവ് തൻ്റെ മക്കളുടെ ശിക്ഷണത്തിൽ പുലർത്തിയ ശ്രദ്ധയും സൂക്ഷ്മതയും അറിഞ്ഞപ്പോൾ അതിശയിച്ചു പോയി എന്ന് തന്നെ പറയണം. ഇപ്പോൾ ഉമ്മയെന്ന് വിളിക്കട്ടെ എന്ന് നിയാസ് പറഞ്ഞപ്പോഴേക്കും അവരെ കൊണ്ടുവരാൻ കൂടി ഇരുത്താനും താല്പര്യപ്പെടുത്തി. ആ വന്യമാതാവ് മകൻ്റെ കഥകൾ സങ്കടത്തോടെ പറഞ്ഞു. ചിലപ്പോൾ അവർ കരഞ്ഞു, എന്നാൽ ചിലപ്പോൾ അതിശക്തമായ സഹനശക്തിയുടെ കർത്തവ്യബോധത്തിൻ്റെ വെളിച്ചത്തിൽ മന്ദസ്മിതം തൂകി. എല്ലാം അള്ളാഹു നിശ്ചയിച്ചതെന്നും അവൻ തന്നത് തന്നെയാണെന്ന് കൊണ്ടുപോയതെന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കണ്ണുകൾ അവരുടെ മുഖത്തേക്ക്, കാതുകൾ അവരുടെ ശബ്ദത്തിലേക്ക് മാത്രമായിരുന്നു. മാതൃത്വത്തിൻ്റെ മഹത്വത്തിൽ അഗാധമായ വിശ്വാസമുള്ള എൻ്റെ മനസ്സിന് പിന്നെയും ചില ബോധ്യങ്ങൾ വന്നു. അവരുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും പലതവണ എൻ്റെ ഉമ്മയുടെ ചിത്രം മനസ്സിൽ വന്നുപോയി എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത്. നവാസിൻ്റെ ഉമ്മ എത്രമാത്രമാണ് ഇപ്പോൾ നവാസിനെ ആഗ്രഹിക്കുന്നതെന്ന് പറയാമല്ലോ. നവാസ് വളരെയധികം സ്നേഹത്തോടെ ഉള്ളൊരു മനുഷ്യനാണ്. എല്ലാവരോടും, ഒരാളോടല്ല, കുടുംബത്തോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കൂടെ ജോലി ചെയ്യുന്നവരോടും എല്ലാവരോടും ആരോടും ദേഷ്യം കാണിച്ചിട്ടില്ല. ആർക്കും ദേഷ്യമില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും അതേ സ്നേഹം തന്നെയാണ് ഉള്ളിൽ പകരാനുള്ളതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.